ഗസയിലെ വെടിനിർത്തൽ ലംഘനങ്ങളും ആക്രമണങ്ങളും തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലും ഈജിപ്തും തമ്മിലുണ്ടായിട്ടുള്ള കടുത്ത ഭിന്നതയാണ്. ഗസ നിവാസികൾക്ക് ഈജിപ്തിലേക്ക് പുറത്തു പോകാൻ മാത്രമായി റഫ അതിർത്തി ഉടൻ തുറക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ജനുവരിയിൽ ഉപയോഗിച്ച അതേ സംവിധാനം ഉപയോഗിച്ച് ഈജിപ്തുമായി ഏകോപിപ്പിച്ച ഇസ്രയേലിന്റെ അംഗീകാരത്തോടെ യൂറോപ്യൻ യൂണിയന്റെ മേൽനോട്ടത്തിൽ റഫ തുറക്കുമെന്നായിരുന്നു ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസിലെ ഔദ്യോഗിക വൃത്തങ്ങളാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളിയത്. ഗസയിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് പോകുവാൻ മാത്രമായി റഫ ക്രോസിംഗ് തുറക്കുന്നതിന് ഈജിപ്ത് സമ്മതിച്ചിട്ടില്ല. ഒരു ഉടമ്പടിയിൽ എത്തിയാൽ ക്രോസിംഗ് ഇരു ദിശകളിലേക്കും തുറക്കും. അതായത് ഗസയിലേക്കും പുറത്തേക്കും യാത്ര അനുവദിക്കും. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും. ഗസയിലെ ജനങ്ങളെ അവരുടെ മണ്ണിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് ഈജിപ്തിന്റെ ഈ വ്യക്തമായ പ്രതികരണം. ഗസയിലെ ജനങ്ങൾ വിലപേശൽ വസ്തുവല്ല എന്ന് ഈജിപ്ത് വ്യക്തമാക്കി. അതിർത്തി തുറക്കുന്നത് ജീവിതം പുനഃസ്ഥാപിക്കാനായിരിക്കണം, വേരോടെ പിഴുതെറിയാനായിരിക്കരുത് എന്നും ഈജിപ്ത് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ മാധ്യമങ്ങൾ അവരുടെ പലായന പദ്ധതിക്ക് വേണ്ടി കെട്ടിച്ചമക്കുന്ന കഥകളെയാണ് ഈജിപ്തിന്റെ പ്രതികരണം തുറന്നുകാട്ടുന്നത്. റഫ അതിർത്തിയിലെ നയതന്ത്ര തർക്കങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിക്കുന്നതായും ആക്രമണങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള അൽ ധറാജ് ഷെൽട്ടർ സെന്ററിന് നേരെ ഇസ്രായേലി സേന ഷെല്ലാക്രമണം നടത്തിയതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു. ഷെൽട്ടർ സെന്ററിന് നേരെയുണ്ടായ ഈ ആക്രമണം നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിക്കുന്നതിന് തുല്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അഭയം തേടി വന്ന സാധാരണക്കാരെയാണ് ഇവിടെ ലക്ഷ്യമിട്ടത്. ഇസ്രയേലി ആക്രമണങ്ങളിൽ റിപ്പോർട്ടിങ്ങിനിടെ ജീവൻ നഷ്ടപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ന് ഖാൻ യൂനിസിൽ വെച്ച് ഫോട്ടോ ജേർണലിസ്റ്റ് മഹ്മൂദ് വാദി ഇസ്രയേലി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജോലിയുടെ ഭാഗമായി തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടത്. ഇത്തരത്തിൽ സംഘർഷ മേഖലകളിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർ നേരിടുന്ന അപകടങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്നു. റഫ അതിർത്തി തുറക്കുന്നത് ഗസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകേണ്ടതുണ്ട്. എന്നാൽ ജനങ്ങളെ പലായനം ചെയ്യിപ്പിച്ച് പ്രദേശം ഒഴിഞ്ഞതാക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങളെ ഈജിപ്ത് ശക്തമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈജിപ്തിന്റെ ഈ ഉറച്ച നിലപാട് ഗസയിലെ ജനങ്ങൾക്ക് അവരുടെ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ നൽകുന്ന വലിയ പിന്തുണയാണ്. ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്.